എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ LBS നഴ്സിംഗ് ആൻഡ് പാരാമെഡിക്കൽ ഡിഗ്രി കോഴ്സുകളിലേക്കുള്ള പ്രവേശനവുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികൾക്ക് NRI കോട്ടയിലാണ്, അതായത് NRI സീറ്റിലാണ് അഡ്മിഷൻ ലഭിച്ചിട്ടുള്ളതെങ്കിൽ വിദ്യാർത്ഥികൾ ഈ ഒരു അലോട്ട്മെൻറ്റ് ലഭിച്ചതെങ്കിൽ അഡ്മിഷനായിട്ട് പോകുന്ന സമയത്ത് എന്തൊക്കെ ഡോക്യുമെൻറ്റുകളാണ് വിദ്യാർത്ഥികൾ കൊണ്ടുപോകേണ്ടത് എന്നുള്ള കാര്യമാണ് ഈ ഒരു വീഡിയോയിൽ. ആദ്യമായിട്ട് വേണ്ടത് ബന്ധുത്വ സർട്ടിഫിക്കറ്റ്, അതായത് വില്ലേജ് ഓഫീസർ സാക്ഷ്യപ്പെടുത്തിയ ബന്ധുത്വം, അതായത് ബന്ധം കൃത്യമായിട്ട് വിശദീകരിക്കണം. റെഫർ എലിജിബിലിറ്റി ഓർ ഡോക്യുമെൻറ്റ് ഫോർ NRI കോട്ട വെബ്സൈറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തിട്ടുണ്ട്. അതായത് നിങ്ങൾക്ക് റിലേഷൻഷിപ്പ് സർട്ടിഫിക്കറ്റ് ആണ് വേണ്ടത്. അത് നിങ്ങൾക്ക് വില്ലേജ് ഓഫീസിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് റിലേഷൻഷിപ്പ് സർട്ടിഫിക്കറ്റ് അക്ഷയ വഴി നിങ്ങൾക്ക് അപ്ലൈ ചെയ്ത് അതിന് ലഭിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ പാസ്പോർട്ടിൻ്റെ കോപ്പിയാണ് ഈ ഒരു ഫ്രണ്ടും ബാക്ക് പേജും ഈ ഒരു എംബസി അറ്റസ്റ്റ് ചെയ്ത പാസ്പോർട്ടിൻ്റെ കോപ്പി നിങ്ങൾ ഈ ഒരു അഡ്മിഷൻ സമയത്ത് കൊണ്ടുപോകണം. അതുപോലെ തന്നെ വിസ, OCI ഓർ സിറ്റിസൺഷിപ്പ് ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ പൗരത്വരേഖ അല്ലെങ്കിൽ ഗ്രീൻ കാർഡ്, ഇതിൽ ഏതെങ്കിലും ഒന്നിൻ്റെ കോപ്പി എംബസി അല്ലെങ്കിൽ കോൺസുലേറ്റ് അറ്റസ്റ്റ് ചെയ്തത് ഒറിജിനൽ ഹാജരാക്കണം. അഡ്മിഷൻ അവസാനിക്കുന്ന തീയതിക്ക് ശേഷം വിസ കാലാവധി ഉണ്ടായിരിക്കണം എന്നുള്ളത് പ്രത്യേകം സൂചിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ വിസയിൽ സ്പോൺസറിൻ്റെ ജോലി പരാമർശിച്ചിട്ടില്ല എങ്കിൽ എംപ്ലോയി നൽകുന്ന എംപ്ലോയ്മെൻറ്റ് കോൺട്രാക്റ്റ് എംബസി അറ്റസ്റ്റ് ചെയ്ത് ഒറിജിനൽ സമർപ്പിക്കണം. അതുപോലെ തന്നെ NRI സർട്ടിഫിക്കറ്റ് എംബസി അറ്റസ്റ്റ് ചെയ്തത് ഹാജരാക്കണം. അതുപോലെ സ്പോൺസർ ചെയ്യുന്ന ബന്ധു വിദേശത്ത് ആണെങ്കിൽ കുട്ടിയെ സ്പോൺസർ ചെയ്യുന്ന ബന്ധുവിൻ്റെ സോൺ അഫിഡവിറ്റ്, അതായത് നിശ്ചിത മാതൃകയിൽ ഉള്ളത് എംബസി അറ്റസ്റ്റേഷൻ ചെയ്ത് സമർപ്പിക്കേണ്ടതാണ്. സ്പോൺസർ ചെയ്യുന്ന ബന്ധു നാട്ടിൽ അവധിയിലാണെങ്കിൽ 200 രൂപ മുദ്രപത്രത്തിൽ നോട്ടറി അഫിഡവിറ്റ് സമർപ്പിക്കണം. മാതൃക LBS സിമെറ്റ് വെബ്സൈറ്റിൽ ലഭ്യമാണ്. അതുപോലെ വിസയുടെ കോപ്പി അറ്റസ്റ്റ് ചെയ്തത് വിസ സ്പോൺസറിന് ജോലി പരാമർശിച്ചിട്ടില്ല എങ്കിൽ എംപ്ലോയി നൽകുന്ന എംപ്ലോയ്മെൻറ്റ് കോൺട്രാക്റ്റ് എംബസി അറ്റസ്റ്റ് ചെയ്ത് ഒറിജിനൽ സമർപ്പിക്കണം. അതുപോലെ എല്ലാ രേഖകളും എംബസി അറ്റസ്റ്റേഷൻ നിർബന്ധമാണ്. അതുപോലെ എല്ലാ രേഖകളുടെയും ഒറിജിനലും ഹാജരാക്കേണ്ടതാണ് എന്നുള്ളത് ആണ്. ഈ ഒരു രീതിയിൽ NRI കോട്ടയിലാണ് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ചതെങ്കിൽ വിദ്യാർത്ഥികൾ അഡ്മിഷൻ സമയത്ത് ഈ പറഞ്ഞ ഡോക്യുമെൻ്റൊക്കെ മറ്റ് ഡോക്യുമെൻറ്റുകളോടൊപ്പം ഹാജരാക്കേണ്ടതാണ്. ഇനി മറ്റ് ഡോക്യുമെൻറ്റുകൾ എന്ന് പറയുന്നത് സാധാരണ നിങ്ങളുടെ SSLC, +2 സർട്ടിഫിക്കറ്റ്, TC, അതുപോലെ സ്വഭാവ സർട്ടിഫിക്കറ്റ്, അതുപോലെ ഫിസിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ്, ഹെപ്പറ്റൈറ്റിസ് ബിക്ക് എടുക്കുന്ന വാക്സിനേഷൻ സർട്ടിഫിക്കറ്റ്, ഇതുപോലുള്ള നിങ്ങൾക്ക് ആവശ്യമുള്ള പ്രധാനപ്പെട്ട ഈ ഒരു ഡോക്യുമെൻറ്റുകൾ കൂടി വിദ്യാർത്ഥികൾ ഈ ഒരു അഡ്മിഷൻ സമയത്ത് കൊണ്ടുപോകേണ്ടതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. അപ്പോൾ NRI കോട്ടയിലാണ് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലഭിക്കുന്നതെങ്കിൽ ഇതിൽ പറഞ്ഞ പ്രകാരമുള്ള ഡോക്യുമെൻറ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾ അഡ്മിഷൻ സമയത്ത് ഹാജരാക്കേണ്ടതാണ്. NRI കോട്ടയിൽ അലോട്ട്മെൻറ്റ് ലഭിച്ചു കഴിഞ്ഞാലും വിദ്യാർത്ഥികൾ അഡ്മിഷൻ സമയത്ത് ആവശ്യമായിട്ടുള്ള ഡോക്യുമെൻറ്റുകൾ കൊണ്ടുപോകാതിരിക്കുകയാണെങ്കിൽ ലഭിച്ച അലോട്ട്മെൻറ്റ് റദ്ദാക്കപ്പെടുന്നതും അതുപോലെ തന്നെ പിന്നീട് ആ ഒരു സീറ്റിലേക്ക് നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിക്കുന്നതും ആയിരിക്കില്ല. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് NRI കോട്ടയിലാണ് അലോട്ട്മെൻറ്റ് ലഭിച്ചതെങ്കിൽ ആവശ്യമായിട്ടുള്ള ഡോക്യുമെൻറ്റ്സൊക്കെ അഡ്മിഷൻ സമയത്ത് കൊണ്ടുപോകാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അഡ്മിഷൻ സമയത്ത് ആ ഒരു NRI കോട്ടയിൽ ഉൾപ്പെട്ട ഡോക്യുമെൻറ്റുകൾ നിങ്ങൾ കൊണ്ടുപോകാതിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അഡ്മിഷൻ കോളേജിൽ നിന്ന് നൽകുന്നതല്ല. അതുപോലെ തന്നെ NRI കോട്ടയിൽ ഏകദേശം 30,000-ഓളം രൂപ ഫീസ് കൂടി എക്സ്ട്രാ ആയിട്ടാണ് സാധാരണ സീറ്റിനേക്കാൾ വരുന്നത്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.